ദക്ഷിണ ജപ്പാനിലെ കുമാമോട്ടോ പ്രവിശ്യയിലുണ്ടായ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് വൻ നാശനഷ്ടവും ജീവഹാനിയും റിപ്പോർട്ട് ചെയ്തു. കുമാമോട്ടോയിലെ അയോൺ മാളിലുണ്ടായ സ്ഫോടനത്തിൽ 3 ജീവനക്കാർ കൊല്ലപ്പെടുകയും 3 പേരെ കാണാതാവുകയും ചെയ്തതായി മാൾ പ്രസിഡന്റ് അറിയിച്ചു. ഭൂചലനമുണ്ടായി 1 മണിക്കൂറിനുള്ളിലാണ് അയോൺ മാളിൽ വൻ സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ദുരന്ത സമയത്ത് ഏകദേശം 3000 ഉപഭോക്താക്കളും 1300 മുതൽ 1500 വരെ ജീവനക്കാരും മാളിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്നാണ് കണക്കാക്കുന്നത്. രാജ്യത്തുടനീളം ഭൂചലനത്തിൽ ഇതുവരെ കുറഞ്ഞത് 13 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകൈച്ചി സ്ഥിരീകരിച്ചു. അതേസമയം യാത്സുഷിറോയിലെ നിപ്പോൺ പേപ്പർ ഫാക്ടറിയിലും ചിമ്മിനി തകർന്നു വീണ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ 75 വർഷത്തിനിടെ ഇത്രയും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടിട്ടില്ലെന്ന് പ്രദേശവാസിയായ റെസ്റ്റോറന്റ് ഉടമ പ്രതികരിച്ചു. സ്കൂളിലെ ക്ലാസുകൾ നേരത്തെ അവസാനിച്ചതുകൊണ്ട് മാത്രം വിദ്യാർത്ഥികൾ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ഭയപ്പെടുത്തുന്ന ഓർമ്മയാണെന്നും ഒരു അധ്യാപിക വ്യക്തമാക്കി. മേഖലയിൽ ഭൂചലനത്തിന് ശേഷമുള്ള പ്രകമ്പനങ്ങൾ നിലനിൽക്കുന്നതിനാൽ ദുരന്ത നിവാരണ സേന ജാഗ്രത തുടരുകയാണ്.